ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വൈസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒരാളെ റെഫർ ചെയ്തുകൊണ്ട് ഏകദേശം 8,000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ 8,000 രൂപ കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് റെഫർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ അബ്രോഡുള്ള ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോഴാണ് 8,000 രൂപ വെച്ച് റിവാർഡായിട്ട് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ ഒരാളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ 200-300 രൂപ കിട്ടും. ആ ഒരു സെയിം സെറ്റപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ ജർമ്മനിയിലുള്ള വേറൊരു ഫ്രണ്ടിനെ വൈസ് ആപ്ലിക്കേഷനിലോട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 8,000 രൂപയോളം കിട്ടും. അതായത് ഏകദേശം 90 യൂറോ റിവാർഡ് കാര്യങ്ങളായിട്ട് കിട്ടും. ആദ്യമേ തന്നെ ഞാൻ അതിൻ്റെ ഒരു പ്രൂഫ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് വൈസിൽ നിന്ന് റിവാർഡ് കാര്യങ്ങൾ കിട്ടുന്നത്. ഈ ഒരു റിവാർഡ് കിട്ടാനായിട്ട് നിങ്ങൾ വേറെ പൈസയോ കാര്യങ്ങളോ ഒന്നും സ്പെൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഗൂഗിൾ പേ പോലത്തെ ആപ്ലിക്കേഷൻ ആണ്. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ലീഗലാണ്, ലെജിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. വൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് നാട്ടിലോട്ട് യൂറോ അയക്കാനാണ്. അതായത് നിങ്ങളുടെ അബ്രോഡുള്ള ഫ്രണ്ട്സ് അവിടെ പണിയെടുത്ത് കാശുണ്ടാക്കി യൂറോ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലോട്ട് ആക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ലോൺ എടുത്ത് പോയ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ ആൾക്കാരുകളെ റെഫർ ചെയ്യുന്നതിന് അവർക്ക് ഏകദേശം 90 യൂറോ വെച്ച് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ 100 പേരെയൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 8 ലക്ഷം രൂപയോളം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവർ ലോൺ എടുത്ത് പോയവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എന്തായാലും ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ 100 പേരെ പുതിയതായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു പൈസ വെച്ചുകൊണ്ട് അവരുടെ ആ ഒരു ലോൺ എമൗണ്ട് വരെ അവർക്ക് ഫുള്ളി സെറ്റിൽഡ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ ഒരു റിവാർഡ് കാര്യങ്ങൾ കിട്ടുക അതിനെ പറ്റി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായ റിവാർഡ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഏകദേശം 1,000 രൂപയോളമാണ് ഇന്ത്യയിൽ റിവാർഡ് കാര്യങ്ങളായിട്ട് വരുന്നത്. നിങ്ങൾ ജർമ്മനിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരാളെ റെഫർ ചെയ്യുന്നതിന് ഏകദേശം 90 യൂറോ ആണ് റിവാർഡ് കാര്യങ്ങളായിട്ട് കിട്ടുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 8,000 രൂപയുടെ അടുത്താണ് റിവാർഡ് കാര്യങ്ങൾ ജർമ്മനിയിൽ കിട്ടുന്നത്. പല യൂറോപ്യൻ കൺട്രി ആവുന്നതിനനുസരിച്ച് വൈസിലെ റിവാർഡ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ജർമ്മനിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ്. ജർമ്മനിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിലോട്ട് ഫണ്ട് അയക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുമ്പോൾ 500 യൂറോ അയക്കാൻ ശ്രമിക്കുക. ആദ്യം ചെയ്യുന്ന 500 യൂറോയ്ക്ക് നിങ്ങൾക്ക് ഫീസോ കാര്യങ്ങളോ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ 500 യൂറോ നിങ്ങൾ നാട്ടിലോട്ട് അയക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരാണോ റെഫർ ചെയ്തത് അവർക്ക് റിവാർഡ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വൈസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നാട്ടിലോട്ട് ഫണ്ട് അയക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ഫണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സേഫാണ്, സെക്യൂർ ആണ്. ഒരുപാട് ആൾക്കാരുകൾ വൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈസിൽ ആദ്യത്തെ പ്രാവശ്യം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആരാണോ റെഫർ ചെയ്ത് അവർക്ക് റിവാർഡ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നാട്ടിലോട്ട് ഫണ്ട് കാര്യങ്ങൾ അയക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡായിട്ട് നമുക്ക് ജസ്റ്റ് കാണാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ഈ വൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. നമ്മളൊരു കുറച്ച് നാളായിട്ട് നമ്മൾ ഈ ഒരു വൈസ് ഉപയോഗിക്കുന്ന കാരണം തന്നെ നമ്മൾ കുറച്ചധികം ട്രാൻസാക്ഷൻ ഇതിൽ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് 2 രീതിയിലാണ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈസിലോട്ട് പൈസ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു പൈസ നിങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പൈസ നാട്ടിലോട്ട് അയക്കാൻ പറ്റും. അത് ഡയറക്റ്റ് അയക്കണത് നിങ്ങൾക്ക് റെവല്യൂട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നാവാം. അപ്പോൾ ഇതിലെ കുറേ അധികം ട്രാൻസാക്ഷൻ രീതികൾക്ക് ചാർജസ് ഉണ്ട്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 1.99 യൂറോ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും.
പക്ഷേ നിങ്ങൾ സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പൈസ പോലും കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ രീതിയാണ് ഫോളോ ചെയ്യണത്, എങ്ങനെയാണ് ഡയറക്റ്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് ഈ ഒരു വൈസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഒരു റെസിപ്പിയൻറ്റിനെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയിട്ട് നിങ്ങൾക്ക് റെസിപ്പിയൻറ്റിനെ ആഡ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഓൾറെഡി റെസിപ്പിയൻറ്റിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ബ്രദറിനാണ് അയക്കുന്നത്, അപ്പോൾ നമ്മൾ ആ റെസിപ്പിയൻ്റെ പേര് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും €1 എത്ര രൂപയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഏകദേശം €100 ജസ്റ്റ് ടെസ്റ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ ഏകദേശം ആദ്യത്തെ €500 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് നിങ്ങളെ പൈസയിൽ ന്യൂ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ €500 അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു €100 ഇപ്പോൾ കാണിച്ചു തരാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ₹8000 കിട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൽ കാണുന്നുണ്ട്. പേ വിത്ത് സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് പേ വിത്ത് സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഞെക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ അവൈലബിൾ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ €500 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ പൈസ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ അവിടെ ഫീസ് 0 ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ 2 രീതിയുണ്ട്, സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫറും ബാങ്ക് ട്രാൻസ്ഫർ. ഈ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാനുവലി ഇവർ വൈസിൻ്റെ ഒരു അക്കൗണ്ട് വരും, ആ ഒരു അക്കൗണ്ടിലോട്ട് നമ്മൾ പൈസ അയച്ചു കൊടുക്കുക എന്നുള്ളൊരു സ്കീമാണ് കേട്ടോ. സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. അതിന് അടുത്ത ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കണ്ടപ്പോഴേ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏകദേശം €3.10 നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തന്നെ പൈസയിലോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു രീതി ഉണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യണം. ഇനി അതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡഡ് ഫീസ് €1.71 ആണ് ഫീസായിട്ട് അവർ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര രൂപയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി കൊടുക്കുക. അപ്പോൾ നമ്മളതിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ നാട്ടിലോട്ട് അയക്കേണ്ടത്, പേഴ്സണൽ എക്സ്പെൻസ് ആവാം, സേവിങ്സ് ആവാം, അല്ലെങ്കിൽ സെൻഡ് മണി ടു ഹോം ആൻഡ് ഫാമിലി. ഞാൻ യൂഷ്വലി നമ്മൾ നാട്ടിലോട്ടാണല്ലോ ഫാമിലിക്കാണല്ലോ പൈസ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് സബ്മിറ്റ് അമർത്താം. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ബാങ്ക് ട്രാൻസ്ഫറിൽ ഇതൊക്കെയാണ് ആ പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. €100 എന്ന് കാണിക്കുന്നുണ്ട്. റെഫറൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് അടിക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ യൂഷ്വലി ഏതൊരു ബാങ്കാണോ യൂസ് ചെയ്യണത് ആ ഒരു ബാങ്കിൻ്റെ അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കൊമേഴ്സ് ബാങ്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കൊമേഴ്സ് ബാങ്ക് കൊടുത്തു. കൊമേഴ്സ് ബാങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ അമർത്തുക. അതിനുശേഷം നമ്മൾ ഈ ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് തപ്പിയിട്ട് വരാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയണത് നിങ്ങളുടെ ഫോട്ടോടാൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊമേഴ്സ് ബാങ്കാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോടാൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ പിൻ അടിച്ചു കൊടുക്കാനായിട്ട് വരും. അപ്പോൾ ആ ഒരു പിന്നും കാര്യങ്ങളും നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ.
അതിന് ശേഷം നമ്മളത് കൺഫേം ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വൈസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് യു ഹാവ് സക്സസ്ഫുള്ളി അപ്രൂവ്ഡ് €100 ടു വൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ യുവർ മണി ഈസ് ഓൺ ദ വേ ടു അസ്. അപ്പോൾ ഇത് ഏകദേശം 6 days എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യൂഷ്വലി വിത്തിൻ ലൈക്ക് 2-3 hours സാധാരണ ക്രെഡിറ്റ് ആവാറുണ്ട് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ചെയ്യണത് ഒരു സൺഡേ ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. യൂഷ്വലി വിത്തിൻ 4 hours അല്ലെങ്കിൽ 3 hours ക്രെഡിറ്റ് ആവാറുണ്ട് കേട്ടോ. പക്ഷേ ഇതെന്താ ഇന്ന് 6 ദിവസം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് 24th December ആണ്, നമ്മുടെ ക്രിസ്മസിന് തൊട്ട് തലേ ദിവസമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ട്രാൻസ്ഫർ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നത്. കാരണം ക്രിസ്മസ് ഡേ ഇല്ല, അതുപോലെ തന്നെ തലേ ദിവസം നമ്മുടെ ബാങ്കും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല, 26th വർക്കിംഗ് അല്ല, 27th ആണ് വർക്കിംഗ് ആവണേ. അതിന് ശേഷം പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഏകദേശം ഈ ഒരു വൈസിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് തന്നെ. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ ഇവിടെ 6 days കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൊണ്ടൊക്കെ നടക്കുന്നതാണ്.